ഹായ് ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിക്കാറ്റ് മിൽക്ക് ഷേക്കാണ്. അപ്പോൾ അതിന് വേണ്ടത് നമുക്ക് കിക്കാറ്റ് വേണം, ദെൻ വേഫേഴ്സ് വേണം. ഞാനിവിടെ എടുത്തേക്കുന്നത് വാനില ചോക്ലേറ്റ് മിക്സിംഗ് ആയിട്ടുള്ള വേഫേഴ്സ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചുള്ള വേഫേഴ്സ് എടുക്കാം. ദെൻ നമുക്ക് വേണ്ടത് ഇതിനകത്ത് ഒരു 3 സ്കൂപ്സ് ഓഫ് ഐസ്ക്രീമാണ്. ഞാനിവിടെ വാനില ആൻഡ് ചോക്ലേറ്റ് മിക്സ് ചെയ്താണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വാനില എടുക്കണമെങ്കിൽ എടുക്കാം, ചോക്ലേറ്റ് എടുക്കണമെങ്കിൽ എടുക്കാം. ഡിപ്പെൻസ് അപ്പോൾ ഇങ്ങനെ ടേസ്റ്റ് അനുസരിച്ചെടുക്കുക. എന്തായാലും 3 സ്കൂപ്പ് ഐസ്ക്രീമാണ് നമുക്ക് വേണ്ടത്. ഇത് ഞാൻ ഒരു ഗ്ലാസ്സിന് വേണ്ടിയിട്ടുള്ള പ്രപ്പോർഷനാണ് കേട്ടോ പറയുന്നത്. അതായത് നമുക്ക് വേണ്ടത് പാലാണ് വേണ്ടത്. നമുക്കിനി ഇതെല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ബ്ലെൻഡർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് നമുക്കൊരു 150 ml ഓഫ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മിൽക്ക് കൂടുതലാവരുത്, അപ്പോൾ ഭയങ്കര വാട്ടറി കൺസിസ്റ്റൻസി ആയിപ്പോവും. ഇത് 1 ഗ്ലാസ് മിൽക്ക് ഷേക്കിനുള്ള മിൽക്കാണ് ഞാൻ ഒഴിക്കണേ കേട്ടോ. നിങ്ങൾക്ക് മിക്സർ ഗ്രൈൻഡർ എടുക്കണമെങ്കിൽ എടുക്കാം. എൻ്റെ കയ്യിൽ ബ്ലെൻഡർ ഉള്ളത് കൊണ്ടാണ് ഞാൻ ബ്ലെൻഡർ എടുത്തേക്കുന്നത്. ദെൻ ഇതിനകത്തോട്ട് ഒരു 3 സ്കൂപ്പ് ഐസ്ക്രീം ഇട്ട് കൊടുക്കുക. ഞാനിവിടെ എടുത്തേക്കുന്നത് ചോക്ലേറ്റും വാനിലയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഐസ്ക്രീമാണ്. ദെൻ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിരിക്കുന്ന കിക്കാറ്റും ഉണ്ട്, അതും ഇട്ട് കൊടുക്കുക. ദെൻ വേഫേഴ്സും ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഈ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ബ്ലെൻഡ് ചെയ്യാനുള്ള ടൈം സേവ് ചെയ്യാൻ പറ്റും. വലിയ പീസസ് ആകുമ്പോൾ അത് ഒത്തിരി ടൈം എടുത്താണ് അത് ബ്ലെൻഡ് ആവത്തുള്ളൂ. അപ്പോൾ ഒത്തിരി ടൈം എടുത്ത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഈ ഷേക്കിൻ്റെ ആ കൺസിസ്റ്റൻസി അങ്ങനെ മാറിപ്പോവും. അത് ഭയങ്കര വാട്ടറി ഫീലായി പോവും. അതുകൊണ്ട് നമ്മൾ കുറച്ച് ബ്ലെൻഡ് ചെയ്യാനായിട്ടാണ്. കുഞ്ഞു കുഞ്ഞു പീസസ് ആകുമ്പോൾ പെട്ടെന്നായി കിട്ടിക്കോളും. നിങ്ങൾ ഗ്രൈൻഡർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു മീഡിയം സ്പീഡിൽ വേണം. മീഡിയം സ്പീഡിൽ ഒരു 1 മിനിറ്റ് ഗ്രൈൻഡ് ചെയ്താൽ മതി. ഇങ്ങനെ ആവുമ്പോൾ നിങ്ങൾ ബ്ലെൻഡറിൽ ഗ്രൈൻഡ് എന്നുള്ള ഓപ്ഷനിൽ ഒരു 1 മിനിറ്റ് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നന്നായിട്ട് ആ പീസസ് ഒക്കെ ഒന്ന് ബ്ലെൻഡ് ആകാൻ കരുതി ഒരു 1 മിനിറ്റ് മാക്സിമം നിങ്ങൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒത്തിരി വാട്ടർ ആയിപ്പോൾ. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. യെസ്, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്. കൺസിസ്റ്റൻസി ഒക്കെ ഈ ഒരു കൺസിസ്റ്റൻസിലാണ് നമുക്ക് വേണ്ടത്. നമുക്കിനി ഇത് ഗ്ലാസ്സിലോട്ട് മാറ്റാം. അങ്ങനെ അടിപൊളി കിക്കറ്റ് മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. എന്നെ അടിപൊളിയാണെന്ന് അറിയാമോ. ഇതിനകത്ത് മെയിൻ ഹൈലൈറ്റ് നിങ്ങൾ ഷുഗർ യൂസ് ചെയ്യുന്നില്ല. ഓൾറെഡി നല്ല മധുരം ഇതിനുണ്ട്. ദെൻ ഇതിനൊരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കിക്കാറ്റിൻ്റെ പീസസ് കട്ട് ചെയ്തിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനൊരു വേഫറിൻ്റെ പീസും കൂടി ഗാർണിഷിങ്ങിന് വേണ്ടി എടുക്കുന്നുണ്ട്. അങ്ങനെ സ്വാദിഷ്ടമായ കിക്കാറ്റ് മിൽക്ക് ഷേക്ക് റെഡി ആയി കഴിഞ്ഞു. താങ്ക് യു ഗൈസ്.